പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഒരു എളുപ്പം തയ്യാറാക്കുന്ന എന്നാൽ വളരെ വില കുറഞ്ഞിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാർ. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഒരുവിധം ആൾക്കാരൊക്കെ അച്ചാർ കൂട്ടൽ സ്വാഭാവികം. അപ്പോൾ നമ്മൾ വളരെ വില കുറഞ്ഞ രൂപത്തിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന അച്ചാർ. നമ്മൾ ആദ്യം ചെയ്യുന്നത് കുറച്ച് ബീറ്റ്റൂട്ട് വാങ്ങണം. ബീറ്റ്റൂട്ട് ഈ ചെറിയ ബീറ്റ്റൂട്ട് വാങ്ങാൻ വെച്ചാൽ വില കുറഞ്ഞു കിട്ടും. കൂടുതൽ വില കൊടുക്കാതെ തന്നെ നമുക്കത് വാങ്ങാൻ കിട്ടും. ആ ബീറ്റ്റൂട്ട് നമ്മൾ പുറത്തെ തൊലി മാത്രം ഇതുപോലെ കളഞ്ഞെടുക്കുക. പുറത്തെ തൊലി ഇതുപോലെ എടുത്ത് ഒഴിവാക്കുക. കാരണം പുറത്തെ തൊലിയിൽ പലതരത്തിൽ അതിൽ ഇടുന്ന വിഷാംശങ്ങളോ അതുപോലെ സംഗതികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ എടുത്ത് ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ ഇത് നന്നായി കഴുകിയെടുക്കുക. ഓരോന്നും നന്നായിട്ട് കഴുകിയെടുക്കുക. കാരണം നല്ല ഔഷധ ഗുണമുള്ള വസ്തുവായതുകൊണ്ട് ഈ ബീറ്റ്റൂട്ട് പലപ്പോഴും കീടങ്ങളും വന്ന് ചേരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നന്നായി കഴുകിയെടുക്കണം. കഴുകിയെടുത്ത ശേഷം ഇത് നമ്മൾ ഇതുപോലെ റൗണ്ടായിട്ട് മുറിച്ചെടുക്കാം. ഈ വട്ടത്തിൽ എരിഞ്ഞിട്ടുള്ള കഷ്ണങ്ങൾ എന്ന് നമ്മൾ ഒന്നാഴ്ച കൂട്ടി വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പരമാവധി ചെറുതാക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ ശരിയാവും. അല്ലെങ്കിൽ കുറച്ച് വലുപ്പത്തിലാണെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ നമ്മൾ കഷ്ണിച്ച് എടുക്കും. നുറുക്കിയെടുക്കൽ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് അച്ചാറിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുകയാണ്. ഇതിൻ്റെ കൂടെ ഒന്നുകൂടി പറയാനുള്ളത്, നമുക്ക് വേണമെങ്കിൽ ഇത് ഉപ്പേരിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടും എടുക്കാം. ഇത് നമ്മൾ കുറച്ച് തേങ്ങയും അതുപോലെ പച്ചമുളകും ഒതുക്കിയിട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ വേവിച്ചെടുത്താൽ നമുക്ക് വളരെ കുറച്ച് വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ റെഡിയാക്കി എടുത്താൽ നമുക്ക് ഉപ്പേരിയായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ അച്ചാറിൻ്റെ ഇൻഗ്രീഡിയൻസ് കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അച്ചാറിലേക്ക് നീങ്ങാം. ഇനി നമുക്ക് ഈ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ള ഈ ബീറ്റ്റൂട്ട് വേണമെങ്കിൽ ചൂടുള്ള വെള്ളം തിളപ്പിച്ച് ആറിയ ശേഷം കുറച്ച് ഉപ്പിട്ടിട്ട് അതുപോലെ തന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് കുറേ കാലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. നമ്മൾ അച്ചാറാകുമ്പോൾ ഇനി നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പില, വളരെ ചെറുതായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ഇതുകൂടി ചേർത്ത് നമ്മൾ ഇളക്കിടുക. അപ്പോൾ ഉള്ളി ഏകദേശം നിറം മാറി വന്നിട്ടുണ്ട്. ഇത് വഴറ്റിയെടുത്താൽ മതി. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉലുവയും കടുകും കൂടിയുള്ള മിശ്രിതം പൊടിച്ചെടുത്തത് നമ്മൾ കുറച്ച് ഇതിലേക്ക്
ഒരല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി കൂടി ചേർക്കാം. അച്ചാർ പൊടി സാധാരണ ഇതിൽ വേണ്ട എന്ന് വെക്കാൻ നല്ലത്. ഒന്നുകൂടി ഇളക്കിയെടുത്ത ശേഷം ഇതല്പം ഇളക്കി ഇപ്പം തമ്മിൽ എല്ലാം ജോയിൻ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ട് ഇതിലേക്ക് ഇടാൻ പറ്റും. ഇളക്കി തമ്മിൽ ചേർത്ത് വെള്ളം ഒഴിക്കേണ്ട. കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർക്കുക. അടച്ചു വെക്കുക. ലാസ്റ്റ് ആട്ടോ. ഇപ്പം ഏകദേശം വേവായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അല്പം വിനാഗിരി സുർക്ക ഒഴിക്കുക. അടച്ചു വെക്കുക. ഇനി ഇപ്പോൾ വേണമെങ്കിൽ അടച്ചു വെച്ചതിന് ശേഷം ഉപയോഗിക്കാം. അതല്ലാന്ന് വെച്ചാൽ നമ്മൾക്ക് കുറേ കാലത്തേക്ക് ഇതെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സുർക്കയും കൂടി ഉപയോഗിച്ചത്. അപ്പോൾ നമ്മളുടെ വിഭവം ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടു നിന്ന എല്ലാവർക്കും നന്ദി. എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കും.